ഹലോ, നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാം. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇന്നലെ ഇറക്കില്ല ഒരു ഹാഫ് ഡേയ്സ്, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണെന്ന് പറയാം. അപ്പോൾ എനിക്ക് യൂഷ്വലി രാത്രി ഇരുന്ന് പഠിക്കാനാണ് കൂടുതൽ കംഫർട്ട്. കാരണം ഇവിടെ കടയായതിൻ്റെ പേരിൽ വീട്ടിലും സാധനങ്ങളുള്ളതിൻ്റെ പേരിൽ നിറച്ച് കസ്റ്റമേഴ്സ് ആയിരിക്കുള്ളൂ. അതിൻ്റെ പേരിൽ ഭയങ്കര ഒച്ചപ്പാടും വിളിയായിരിക്കുള്ളൂ. അതിൻ്റെ പേരിൽ അപ്പോൾ രാത്രി ആകുമ്പോൾ ആരും ശല്യപ്പെടുത്താൻ വരില്ലല്ലോ. അതിൻ്റെ പേരിൽ എനിക്ക് രാത്രി പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ പഠിക്കണക്കാട്ടും യൂഷ്വലി ഞാൻ രാത്രി ഇരുന്ന് പഠിച്ചാൽ എൻ്റെ തലയിൽ കയറാം, ആരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ അമ്മ പഠിക്കണത് കാണാത്തതിൻ്റെ പേരിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന് പറയും, നീ പഠിക്കണില്ലേ എന്ന്. കാരണം അമ്മ ഉറങ്ങുമ്പോഴാണല്ലോ ഞാൻ പഠിക്കുന്നുണ്ടാവുക. അവരെണീക്കുമ്പോഴായിരിക്കും ഞാൻ കിടന്നുറങ്ങണമുണ്ടാവുക. പിന്നെ ഞാൻ ബുക്കൊക്കെ അടച്ച് വെച്ച് എണീറ്റ് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. ബെഡുമ്പോൾ ഞാനിങ്ങനെ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ നിരത്തി പറക്കി എടുത്ത് വെച്ചിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇട്ടതോ മടക്കി വെച്ചതോ ഒരേ സാധനമല്ലേന്ന്. അല്ല ഗൈസ്, അത് ടോപ്പും അത് പാവാടയാണ്. ഞാൻ വേറെ ആയിട്ട് അടുപ്പിച്ചത് അമ്മേനെ കൊണ്ട്. അങ്ങനെ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ ബെഡുമ്പോൾ ഞാനിങ്ങനെ അൽക്കുലത്തെ സാധനങ്ങൾ കുറേ ഇങ്ങനെ പരത്തിയിട്ടുണ്ടാവും. എന്തിനാന്ന് എനിക്ക് പോലും അറിയണ്ടാവില്ല. എന്നിട്ട് രാത്രി ആകുമ്പോൾ ഒന്നില്ലെങ്കിൽ ഞാനതൊക്കെ പറക്കിയെടുത്ത് കസാരമ്മയ്ക്കിടും, അല്ലെങ്കിൽ അതൊക്കെ പറത്തെടുത്ത് നിരത്തിടും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ വെച്ചാൽ നല്ല കൊച്ചാവാന്ന് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാനാണ്. പിന്നെ ഇതൊക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഗൈസ് ഞാൻ കിടന്നുറങ്ങാറ്. ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടച്ചു വെച്ച സ്ട്രോബെറി, തുറന്ന് വെച്ചാൽ മുയലും കുട്ടിയാവും. പിന്നെ എനിക്ക് മിനിയോൺസുമ്പോഴും എനിക്ക് ആരും നല്ലപോലെ കൈവശം തന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഈ രണ്ട് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ മടക്കി വെച്ചതൊക്കെ എടുത്ത് അലമാരിലൊക്കെ വെച്ച് കിടന്നുറങ്ങാനുള്ള പ്ലാനൊക്കെ ഇട്ട് നടന്ന്. പിന്നെ കുറച്ച് ഉറങ്ങണമല്ലോ, അതിൻ്റെ പേരിൽ ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് കിടന്നു. പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഉറങ്ങില്ല, എങ്ങനെയോ കഷ്ടപ്പെട്ട് ഉറങ്ങി. പിന്നെ രാവിലെയായി. പിന്നെ ഈ അന്തം വിട്ടിരിക്കണത് ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് ഓടിച്ചെന്ന് വന്നിരുന്നതാണ്. അതങ്ങനെ അന്തം വിട്ടിരിക്കണേ. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ പുതപ്പൊക്കെ മടക്കി വെച്ച്. ഇപ്പം എൻ്റെ അമ്മ ഇത് കാണുമ്പോൾ വിചാരിക്കണ്ടാവും, എൻ്റെ മോള് പുതപ്പൊക്കെ മടക്കി വെച്ചോ എന്ന്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണം എൻ്റെ വീട്ടിലാണ് പുതപ്പൊക്കെ മടക്കി വെച്ചത്. അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴും മടക്കി വയ്ക്കാറുണ്ട്. അങ്ങനെ ഞാൻ വല്ലപ്പോഴും അല്ല മിക്കപ്പോഴും എടുക്കാറുണ്ട്. പിന്നെ എനിക്ക് ഇടയ്ക്ക് മടിയാവും. പിന്നെ ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. എണീറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പല്ല് വയ്ക്കണമല്ലോ കുളിക്കണമെന്നല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ച് മടിയൊക്കെ ആയി. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ കുളിച്ച് വന്ന്. പിന്നെ വല്ലപ്പോഴും ചെയ്യണ സ്കിൻ കെയർസൊക്കെ ഉണ്ടല്ലോ, അത് പനി വന്നപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തിനൊന്ന് നിർത്തി വെച്ചേക്കായിരുന്നു. എനിക്ക് ചൊറിച്ചിൽ വന്നു മുഖത്ത്. അപ്പോൾ ഞാനൊന്ന് പനി വന്നേ അപ്പോൾ ഞാനൊന്ന് നിർത്തി വെച്ചേക്കായിരുന്നു. പിന്നെ അതൊക്കെ പനി പോകണതിൻ്റെ ഇടയ്ക്ക് തന്നെ മാറിപ്പോയി ചൊറിച്ചിലൊക്കെ. പിന്നെ എനിക്കിങ്ങനെ മുഖത്ത് വെള്ളമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തുടച്ച് കളയണം എനിക്കിഷ്ടമല്ല. എനിക്കതിങ്ങനെ ഡ്രൈ കാറ്റ് കൊണ്ട് ഉണങ്ങിപ്പോകണം. എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. എൻ്റെ ഒരു ഞാൻ കാറ്റ് കൊണ്ട് ഇങ്ങനെ വീശി അതൊക്കെ ഉണക്കി. എന്നിട്ട് പിന്നെ ഞാൻ സിനിമയുടെ ഒക്കെ ഇട്ട് ടാപ്പ് ചെയ്യണമൊക്കെ ഞാൻ ആലോചിക്കും. പക്ഷേ ചെയ്ത് വരുമ്പോഴേക്കും ഞാനതൊക്കെ മറന്നു പോകും. അതാണ് സത്യാവസ്ഥ. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് അതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ പഠിപ്പിക്കും. ടാപ്പ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഓർമ്മിച്ച് വെച്ചിട്ടാണ് ഗൈസ് അതൊക്കെ ഇങ്ങനെ ഒഴിക്കേണ്ടാവുക. പിന്നെ അത് ഒഴിച്ച് വരുന്ന ഇറിറ്റേഷനിൽ ഞാനതൊക്കെ ഒന്ന് വേഗം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കും. അങ്ങനെ ചെയ്ത് വയ്ക്കും. ഞാൻ ഇതിന് മുന്നേ ഇതൊന്നും ചെയ്യാറില്ലായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ എവിടേക്കോ ഭയങ്കരമായിട്ട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള രീതിയിൽ ഞാൻ പിന്നെയും ചെയ്യുന്നുണ്ട് അതൊക്കെ. പിന്നെ എനിക്ക് ഒട്ടും നേരം ഉണ്ടായിരുന്നില്ല, എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന്. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഞാൻ പുറത്ത് പോകുമ്പോൾ ഡോക്ടർഷത്തിൻ്റെയും ഉള്ളിലിരിക്കുമ്പോൾ ഹിമാലയയുടെ ഇടാറ്. അങ്ങനെ അതൊക്കെ ഇട്ടെടുത്ത് മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കളൂടാൻ വേണ്ടി ഇറങ്ങി. ഇന്ന് അത്താണല്ലോ. അത്തായ പിന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം സന്തോഷമായിട്ടുള്ളത് എന്താണെന്ന് എനിക്ക് അറിയണം. എനിക്ക് ഫെസ്റ്റിവൽസൊക്കെ ഭയങ്കര നല്ലപോലെ ആഘോഷിക്കണമെന്ന് ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ അത്ര നല്ലപോലെ ആഘോഷിക്കില്ല എന്നുണ്ടെങ്കിലും ഒരു മിനിമം ലെവലിലൊരു നല്ലപോലെ ആഘോഷിക്കാറുണ്ട് ഞാൻ എപ്പോഴും. പിന്നെ ഇപ്പം ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. ചേച്ചിയും അളിയനും ഒന്നുമില്ല ഇവിടെ. ചേച്ചിയില്ല, അളിയനും ഇല്ല, ചേട്ടനും ഇല്ല, ആരുമില്ല. ഞാൻ ശിവാനി ഇല്ല ഇപ്പോൾ ഹോസ്റ്റലിലാണ്. എൻ്റെ കയ്യിൽ അത്ര അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി ഇവരൊക്കെ നാട്ടിൽ വന്നാലേ ഞങ്ങൾക്ക് നല്ല രസത്തിൽ ആഘോഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിത് അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി ഇങ്ങനെ പാടത്തും വരുമ്പോഴത്തുള്ള പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ കളൂടാറ്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഒരു ചേച്ചി ഇങ്ങനത്തെ പൂക്കൾ കൊണ്ടു തന്നു. മാല പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. മേടിച്ചല്ല, എനിക്ക് ആ ചേച്ചി കൊണ്ടു തന്നതാണ്. മേടിക്കാനും ഗംഭീരമൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ അത്തം തിരുവോണം വരെ നല്ല ഇങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പൂ വെച്ചിട്ടാണ് ഇടാറ്. ആദ്യമായിട്ട് ഞാനിങ്ങനെ റിച്ചായിട്ടിടുന്നത് ഇങ്ങനത്തെ പൂവൊക്കെ വെച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ തിരുവോണത്തിൻ്റെ അന്ന് ഇങ്ങനത്തെയൊക്കെ പൂ വെച്ചിട്ടായിരിക്കുന്നുണ്ടാവും. പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ പൂവൊക്കെ വെച്ചിട്ടായിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് മാല പോലെ അതിൻ്റെ പേരിൽ ആ നൂലൊക്കെ കട്ട് ചെയ്തെടുക്കണമായിരുന്നു. അതാണ് ഞാൻ ഇരുന്ന് വെട്ടിക്കൊണ്ടിരിക്കണേ. എന്നിട്ട് ഈ നൂലൊക്കെ കട്ട് ചെയ്ത് എടുത്ത് ഇതിങ്ങനെ കുഞ്ഞുകുന അരിഞ്ഞു വെക്കണമല്ലോ. പക്ഷെ എനിക്ക് ഒട്ടും സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇത് തീർക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ മുറിച്ചുകൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അതിൻ്റെ പേരിൽ ഞാൻ പയ്യെ ഒക്കെ ചെയ്ത് പയ്യെ ഉറുമ്പഴണ പോലെ കളൊക്കെ ഇടാറ്. ഇപ്പം എനിക്ക് ക്ലാസ് ഉണ്ട്, ഇതിന് പോകണം, ഇതിന് പോകണം, മറ്റേതിന് പോകണം എന്നൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഞാനിതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മുറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ യെല്ലോവും റെഡ് അല്ലല്ലോ, ഇത് റെഡാണല്ലോ ഇതിനകത്ത് കാണുന്നത്.
ഓറഞ്ചാണ് സംഭവം. എന്നിട്ട് ഓറഞ്ചാണ് കിട്ടിയത്. അപ്പം ഞാനത് ഇങ്ങനെ മുറിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ബ്രൈറ്റായി പോയല്ലേ, സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഞാനിതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുനുകുനയാണ് ഞാൻ മുറിക്കാറ്. പക്ഷേ ഇപ്പോൾ കുനുകുന മുറിക്കാനുള്ള സമയം എനിക്കില്ല ഗൈസ്. അമ്മയില്ല, അച്ഛനും ഇല്ല ഇവിടെ. അവരൊക്കെ അമ്പലത്തിൽ പൂജയുണ്ട്. അമ്പലത്തിൽ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ അമ്പലത്തിൽ തന്നെ ഇരിക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് ക്ലാസ്സുള്ള എൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ ഇരിക്കണം. എനിക്കിപ്പോൾ പോകണം, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ വിളി വരും, ഇപ്പോൾ വരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ കളത്തിൻ്റെ നടുക്ക് വയ്ക്കാൻ നമുക്ക് വീട്ടിൽ നിന്ന് ഏതെങ്കിലും പൂ എടുക്കാമെന്ന് വെച്ച് ഞാൻ തപ്പി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പൂ ഉണ്ടായിരുന്നു അവിടെ. ഈ പൂ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. അപ്പോൾ ഈ പൂ പൊട്ടിക്കാൻ നിന്നപ്പോഴേ അതിൻ്റെ ഉള്ളിലൊരു വണ്ട് കയറിപ്പോയി. പിന്നെ ഞാൻ വണ്ടിനെ ശല്യപ്പെടുത്തണ്ടല്ലോ പാവെന്ന് വെച്ചിട്ട് അതിനെ വെറുതെ വിട്ട് ഞാൻ അതിനെ നോക്കി കുറേ നേരം നിന്ന് വണ്ടീൻ്റെ ഉള്ളിൽ കൂടെ നടക്കണമെന്ന് നോക്കിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ അവിടെ എത്തിയിട്ട് ഈ ചെടിയുമ്പോൾ ഈ ഒരു പൂവ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫ്രണ്ടിലുണ്ട്, ഈ സെയിം ചെടി തന്നെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ പൂവുണ്ട്, അതിനകത്ത് പൊട്ടിക്കാമെന്ന് വെച്ച്. പിന്നെ ഞാൻ ആ പൂവ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് റോട്ടിലൊരു പൂച്ചിരിക്കുന്നത്. ഈ പൂച്ചനെ ഇതുവരെയായിട്ട് ഇവിടെ കണ്ടിട്ടില്ല ഞാൻ. പിന്നെ ഈ പൂച്ചകളൊന്നും ഇവിടെ ഉണ്ടാവാറില്ല. എൻ്റെ ജൂണിനെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ജൂണിക്കാണെന്നുണ്ടെങ്കിൽ പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കെട്ടിപ്പിടിച്ച് കിടക്കണം ജൂണിക്ക് പൂച്ചനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ പൂച്ചയ്ക്ക് ആ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ കൊണ്ടുവന്നിട്ടാണ് ജൂണി വിളിക്കുക. പിന്നെ ഞാൻ ആ പൂവൊക്കെ പോയി പൊട്ടിച്ചുകൊണ്ട് വന്ന് പിന്നെ ചാണം മെഴുകണമല്ലോ നമുക്ക്. ചാണം മെഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ചാണം എടുക്കാൻ മറന്നു ഗൈസ്. പിന്നെ എനിക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ പരത്തി വെച്ച് അതിൻ്റെ മുകളിലിടാമെന്ന് വെച്ച്. ഇവിടെ ഉണ്ടല്ലോ പണ്ടൊരു പൂച്ച ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് കളർ പൂച്ച, കുറച്ച് വലുതായിരുന്നു. അത് കുറച്ച് ഹൈറ്റുള്ള പൂച്ചയായിരുന്നു, ഭയങ്കരമായിട്ട് ഇണങ്ങുമായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അതെല്ലാ മാസവും പ്രഗ്നൻറ്റും ആവും അങ്ങനത്തെ ആയിരുന്നു ആ പൂച്ച. എന്നിട്ട് ഈ പൂച്ചനെ കാണാനുണ്ടല്ലോ മനുഷ്യന്മാരുടെ ഒക്കെ ഒരു ഫേസ് കെട്ട് തോന്നും. അതിനുള്ളിൽ ഞാനും ചേച്ചീനെ മനുഷ്യപ്പൂച്ച എന്നായിരുന്നു വിളിച്ചിരുന്നത്. നല്ല വലിയ പൂച്ചയായിരുന്നു, ഞങ്ങളുടെ ഇവിടെ ഭയങ്കരമായിട്ട് ഇണങ്ങിയ പൂച്ചയായിരുന്നു. അതിനിപ്പോൾ കാണാനില്ല, ഭയങ്കര വയസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ആ പൂച്ചയ്ക്ക്. പിന്നെ അത് മനുഷ്യപ്പൂച്ചയെ പോലെ തന്നെയായിരുന്നു. അതിന് നമ്മൾ പറയുമ്പോഴിങ്ങനെ മുഖത്ത് നോക്കിക്കും എന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാനിങ്ങനെ വെള്ളമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഞാൻ എന്തൊക്കെയോ തപ്പിത്തറഞ്ഞ് നടക്കണതാണ് ആ കാണുന്നത്. എന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. പിന്നെ കട്ട് ചെയ്യാൻ എനിക്ക് മടിയായി. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കട്ട് ചെയ്തെന്ന് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഈ സീനൊക്കെ കാണുന്നത്. പിന്നെ എനിക്കിത് കട്ട് ചെയ്ത് ഇത് പിന്നെയും ചെയ്ത് എനിക്ക് മടിയായിപ്പോയി ഗൈസ്. ഞാൻ കുറേ ഈ ആപ്പ് ശരിയാവേണ്ടി ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ ഈ ഫോണ് ഞാൻ പൊട്ടിക്കാൻ പോയത്. ഇപ്പം കുറച്ച് പൂവേ ഉള്ളൂ ഇവിടെ പറമ്പിലൊക്കെ. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ലപോലെ പൂവുണ്ടായിരുന്നു. കണ്ടോ ഇവിടെ ഇങ്ങനെ കുഞ്ഞ് റെഡ് പൂക്കളും പിന്നെ റോസാപ്പൂവൊക്കെ ഉള്ളൂ. പിന്നെ ഇതും കൂടി പൊട്ടിക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. നാളെ ഞാൻ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ആർഭാടമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഓൾറെഡി പൂവുണ്ടല്ലോ, എൻ്റെ പേരിൽ ഇത് പൊട്ടിക്കാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ ഇല കൊണ്ടാണ് കൂടുതൽ കള്ളു ഉണ്ടാക്കാറ് ഇവിടെ. ഇപ്പം ഞാൻ ഇല കാട്ടിത്തരാം. വേറൊരു ഇലയും കൂടി ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാട്ടിത്തരാം. ഈ ഇല നോക്ക്, ഈ ഇല കാണാൻ പാത്രം പോലെ ഇല്ലേ, അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇങ്ങനെ പാത്രം ഇല എന്നാണ് വിളിക്കാറ്. ഒരു ബൗള് പോലെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കേവ് ചെയ്ത് റെൻഡിക്കിരിക്കും ഇങ്ങനെ. അതിൻ്റെ ഇതിനെ പാത്രമില്ല എന്നാണ് വിളിക്കാനുള്ളത്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കള്ളം ഉണ്ടാക്കാറ്. പിന്നെ ഇപ്രാവശ്യം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പൂക്കളുള്ളതിൻ്റെ പേരിൽ ഞാൻ അത് എടുത്തില്ല. പക്ഷെ എടുത്തു, 4 എണ്ണം കണ്ട് എടുത്തുള്ളൂ. പിന്നെ ഞാൻ കള്ളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടാണ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഞാൻ നടുക്ക് പൂവൊക്കെ വെച്ച് ചുറ്റും ഇങ്ങനെ പൂക്കളൊക്കെ വെച്ച് ചെയ്ത്. അപ്പോഴേക്കും അച്ചമ്മ വന്ന് പൂക്കളിടണത് നോക്കാൻ വേണ്ടിയിട്ട്. അച്ചമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ ഇവിടെ ഇട്ടേ, ഷീറ്റിൻ്റെ അടിയിൽ ഇട്ടുകൂടിയായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. സാധാരണ ഞാൻ ഷീറ്റിൻ്റെ അടിയിലാണ് ഇടാറ്. പക്ഷെ ഇപ്രാവശ്യം ഞാനൊന്ന് സ്ഥലം മാറ്റി പിടിക്കാമെന്ന് വെച്ചു. അതായത് ഷീറ്റിൻ്റെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പൂക്കൾ. അപ്പോൾ തൊട്ട്
ഇപ്പുറത്താണ് കട. അപ്പോൾ കടയുടെ ഫ്രണ്ടിൽ ഇടാൻ പറയാൻ എനിക്ക്. പിന്നെ സമയമില്ലാത്തതിൻ്റെ ഒരു രണ്ടോടത്ത് ഓടിപ്പടഞ്ഞിടാനുള്ള നേരം എനിക്ക് ഉണ്ടായില്ല. അല്ലെങ്കിൽ ഞാൻ ഇട്ടാനായി വിശദീകരിച്ചിട്ട്. റോട്ടിൽ കൂടെ ആരൊക്കെ പോയപ്പോൾ എൻ്റെ അടുത്ത് ചിരിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചിരിച്ചാണ് കണ്ടത്. ഇത് കണ്ട അച്ഛമ്മ വന്നിട്ടൊക്കെ പറയണ്ട. അപ്പോൾ മഴ പെയ്താൽ കൊള്ളൂലല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ തന്നെ ഇട്ട്. പിന്നെ ഞാൻ തറവാട്ടിലത്തെ കളം നോക്കാൻ പോയി. ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കാട് പോലെയാണ് കൈസ്, നിറച്ച് ജാതിക്കത്തോട്ടാണ്. ആ കണ്ടതൊക്കെ ജാതിക്കാണ്. അങ്ങനെ തറവാട്ടിലും ശിവാനി ഇല്ല. അപ്പം മേമയാണ് കള്ളൂട്ടേക്കണേ. അപ്പം മേമ ചാണകം വൈകിട്ടുണ്ട്. പക്ഷെ ഞാൻ ചാണം കൊടുക്കാൻ മറന്നു, എൻ്റെ വീട്ടിൽ പെരുങ്കാൻ പറ്റില്ല. എന്നിട്ട് അവിടെ ചെന്നപ്പോഴും ഞാൻ നോക്കിയപ്പോഴും കാറ്റത്തൊക്കെ പറന്ന് പോയേക്കണം. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് ഇതളിൻ്റെ കുറവ് വന്നു. പിന്നെ ഞാനത് എന്തിലൊക്കെ വിട്ടെന്ന് വെച്ചിട്ട് കുറച്ച് ഇതളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത്. അങ്ങനെ പക്ഷെ ഞാനിട്ട കാലം എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഒരുമാതിരി ഡേഞ്ചറസ് ആ സിറ്റുവേഷൻ പോലെയായിരുന്നു. കണ്ടില്ലേ എക്സ് പോലെ. എനിക്കെല്ലാം ഉദ്ദേശിച്ചത്, പക്ഷെ ഇപ്പം വന്നപ്പോൾ ഇങ്ങനെ പോയി. പിന്നെ എനിക്കൊട്ടും നേരമില്ലാത്തതിൻ്റെ ഉള്ളിൽ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ച് നോക്കും, നാളെ നല്ല പോലെ ഇടാമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു മിനുക്ക് പണി ചെയ്തിട്ട് നല്ലതുപോലെ ആക്കാൻ പറ്റുമെന്നൊക്കെ നോക്കി. പക്ഷേ എന്ത് ചെയ്തിട്ട് അതിൻ്റെ ചായ മാറുന്നില്ല. അപ്പം ഞാൻ പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ തിരക്കായതിൻ്റെ വീട്ടിൽ ഞാൻ ഓടിപ്പോയി അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ നാളെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ തന്നെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ നടന്നു വന്നു. പിന്നെ തറവാട്ടിൽ ഇതിനെ കുറേ കുഞ്ഞു ചോട്ടാപ്പികളുണ്ട്. ഇത് കുറേ നാളായി മേടിച്ചിട്ട് വെള്ള കളറൊക്കെ ഉണ്ടായിരുന്നു, ഫ്രിഞ്ചസ്. എന്നിട്ട് ഇതിനൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ നാളായി. കാരണം ഞാൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുള്ളൂ. ക്ലാസ് കഴിയുമ്പോഴേക്കും അടുത്ത ക്ലാസ് കഴിയുമ്പോഴേക്കും അടുത്ത ക്ലാസ്. അപ്പോൾ എനിക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം കിട്ടാറില്ല. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ വരാറും കൂടിയില്ല. ശിവാനി വന്നാൽ വല്ലപ്പോഴുമാണ് ഞാൻ പുറത്തിറങ്ങാറ്. എന്നാലേ ഞാൻ ശിവാനി വരുമ്പോഴേ ഞാൻ മിക്കപ്പോഴും പുറത്തിറങ്ങുന്നുണ്ടാവുള്ളൂ. ശിവാനി വരുമ്പം അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇല. ഇതും ആ പാത്രയിലാണ് ഞങ്ങൾ യൂഷ്വലി എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവുക കളറിടാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു ഇലയുണ്ട് ചോപ്പ കളറില, അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം അത് ഇവിടെ നിന്ന് പോയി. അത് ഞാൻ കുറച്ച് ഓണാകുമ്പോഴേക്കും ഞാൻ ഇവിടെ നേരത്തൊക്കെ കൊണ്ടുപിടിച്ച് വരും. കണ്ടാ ഈ എന്നിട്ടാണ് പൂ വെട്ടുമ്പോഴും ഞാൻ ഈ സാധനം എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ടിങ്ങനെ തെങ്ങിൻ്റെ ചോട്ടിലിടാൻ വേണ്ടിയിട്ട് വളരുമല്ലോ, പൂവുണ്ടാകുമല്ലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിച്ചെടുത്തോണ്ടിരിക്കണം. പക്ഷേ കഴിഞ്ഞ വർഷം വരെ ഇത് നല്ലപോലെ വളർന്ന് പൂവൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാവും എനിക്കൊരു ഹോപ്പുമില്ല. കാരണം ഇവിടെ ഒരു 6 മണി 5:30 ഒക്കെ ആകുമ്പോഴേക്കും ഈ ആഫ്രിക്കൻ വെച്ച് ഇറങ്ങി തുടങ്ങും. അപ്പം പിന്നെ വിലസും അവനെല്ലാ ചെടികളും ഈ തെങ്ങിൻ്റെ മുകളിലൊക്കെ കയറി വെച്ച് ഇരുന്ന് കയറി പോയത് കാണുമ്പോഴേക്ക് ദേഷ്യം വരും. ഉപ്പിട്ടാലും ഇത് ഉപ്പിട്ട ചാവും. പക്ഷേ എന്തോരം ഉപ്പിടണം. ഇതിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഡെയിലി ഉപ്പ് മേടിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ. നിറച്ചുപ്പായിരിക്കുള്ളൂ, എവിടെയും കിട്ടില്ല. റോട്ടിലൊക്കെ ഇറങ്ങാനേ പറ്റൂല. ഇങ്ങനെ ചവിട്ടണോടത്തൊക്കെ ഒച്ചയായിരിക്കുള്ളൂ. ഇങ്ങനെ എന്ന് വെച്ചേക്കാൻ പറ്റും. ചെരുപ്പിടാണ്ട് ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ എനിക്ക് ചെരുപ്പിടാണ്ട് നടക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇതുള്ള എൻ്റെ പേരിൽ ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയും വന്ന് അമ്പലത്തിൽ ആയിരുന്നു ഫുഡ് എല്ലാവർക്കും. അപ്പോൾ വീട്ടിൽ ഫുഡ് വെച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഞാനിവിടെ എൻ്റെ പേരിൽ അച്ഛനും അമ്മയ്ക്ക് അവിടെ നിന്ന് ഫുഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുതന്ന് പുട്ടും കടലയായിരുന്നു. എന്നിട്ട് ഞാൻ പുട്ടും കടലൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എടുത്ത പുട്ട് കുറച്ച് വലുതായി പോയി എന്ന് എനിക്ക് തിന്നുകൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്കാണ് മനസ്സിലായത്. പുട്ട് യൂഷ്വലി കുറച്ച് കഴിക്കുമ്പോഴേക്കും വേറെ ഭയങ്കരമായിട്ട് ഫില്ലായതുപോലെ തോന്നില്ലേ. പിന്നെ അതൊക്കെ കഴിച്ച് ഞാൻ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ കൊട്ടൊക്കെ ഉണ്ടായിരുന്നു. കൊട്ടൊക്കെ കെട്ടുകൊണ്ട് നിൽക്കായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് സമയമില്ലാത്തതിൻ്റെ വേഗം ഞാൻ തൊഴുത് ഉള്ളിലും പുറത്തൊക്കെ ഞാൻ തൊഴുത് അവിടെ പൂജ നടക്കണോടത്ത് ചെന്ന് നിന്ന് കുറേ നേരം. പൂജ നടക്കണോടത്ത് ചെന്ന് നിന്നിട്ട് കൊട്ടിൻ്റെ തൊട്ടിപ്പുറത്താണ് ഞാൻ നിന്നത്. എനിക്ക് കൊട്ടിഷ്ടമായതിൻ്റെ ഞാൻ കുറേ നേരം കേട്ടുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചെവിയൊക്കെ ഇളകി പുറത്ത് പോയി എനിക്ക് തോന്നി. അതിൻ്റെ പേരിൽ ഞാൻ പിന്നെ ഇപ്പോൾ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവരും ഞാൻ സൈലൻ്റായിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. പൂജയൊക്കെ കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പൂജ കഴിഞ്ഞതിന് മുന്നേ ഞാൻ പോന്നു. പൂജ നടക്കുമ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പൂജയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് പിന്നെ എനിക്ക് അപ്പോഴേക്കും എന്താണ് ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ കുറച്ച് മാറ്റി എന്ന് പറഞ്ഞ ടീച്ചർ. കുറച്ചും കൂടി നേരം എനിക്ക് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആപ്പിൾ തിന്നാം എന്ന് വിചാരിച്ചു. ഇത് മഞ്ഞ കളർ ആപ്പിളാണ് കഴിച്ചത് ശരിക്കും. ഇതിൻ്റെ ഉൾഭാഗം ഇത് എനിക്ക് കാട്ടാൻ വേണ്ടിയിട്ട് കയ്യില്ലാത്തതിൻ്റെ ഉള്ളിനടുത്ത് ഞാൻ വായിലിട്ടിട്ട് കാട്ടണതാണ്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗവും മഞ്ഞ കളറാണ്. അത് കേടായതിൻ്റെ പേരിലാണോ അതോ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ലൈറ്റ്
ലൈറ്റ് കളർ യെല്ലോ ആണ്, അതായത് വൈറ്റ് പോലത്തെ ഒരു യെല്ലോ ഉണ്ടാവില്ല, അങ്ങനത്തെയാണ്. എന്തോ ഒച്ചയായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയാണ് കണ്ടത്. ഉച്ചയാകുമ്പോഴേക്കും അച്ഛനും അമ്മയും വന്ന് ഫുഡും കൊണ്ടുവന്ന്, അപ്പോൾ ഇത് മൊത്തം സാമ്പാറും കൊണ്ട് അച്ഛനും അമ്മയും വന്നത് ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി മാത്രമല്ല, കടയിലുള്ള ചേച്ചിമാർക്കും പിന്നെ ആവശ്യമുള്ളവർ വരുമല്ലോ അപ്പുറത്തപ്പുറത്തൊക്കെ വീട്ടിട്ടതൊക്കെ. അപ്പം ഇത് കഴിഞ്ഞു. പിന്നെ സാമ്പാറുള്ളതിൻ്റെ വലിയ ഒരാഴ്ചയ്ക്ക് മൊത്തം സാമ്പാറായിരിക്കുള്ളൂ. പിന്നെ അവർ വന്നപ്പോൾ എനിക്ക് ഇലയും ഇത് പപ്പടവും അവിയലും ക്യാബേജും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് രസം ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാണ്, രസം മോര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ 2 പപ്പടമൊക്കെ എടുത്ത് അടിച്ച് മാറ്റും. എനിക്ക് മിനിമം 3 പപ്പടെങ്കിലും വേണം. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് അടിച്ച് മാറ്റിയിട്ട് സാമ്പാറും പപ്പടവും ക്യാബേജും അവിയലൊക്കെ എടുത്ത് നല്ലപോലെ കുഴച്ച് ഇങ്ങനെ പിടിച്ച് ക്യാമറയ്ക്ക് കാട്ടാൻ വേണ്ടി ഞാൻ ആദ്യം കാട്ടി, എന്നിട്ട് ക്യാമറ ചോറിക്ക് വീഴാൻ പോയി. പിന്നെ ഞാൻ പിന്നെ എടുത്ത് ഈ കുഴയ്ക്കാനാണ് ഈ കാണുന്നത്. ഞാൻ കുഴച്ച് നിൽക്കോ. പിന്നെ ഞാൻ കഴിച്ചു. പക്ഷേ എനിക്ക് പായസം അധികം ഇഷ്ടമല്ല. എനിക്ക് പായസം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മേമ ഒരു പരിപ്പ് പായസം വയ്ക്കും. മേമയുടെ പരിപ്പ് പായസവും എൻ്റെ അമ്മ മത്തങ്ങ പായസം വയ്ക്കും, അതും. പിന്നെ ചേച്ചി നല്ല കാരമലൈസ്ഡ് ആയിട്ടുള്ള പാലട പായസം വയ്ക്കും. ഈ പായസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പായസം. എന്താണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പായസം. പിന്നെ ഞാൻ ജൂണിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇത് ചിക്കനും പുട്ടുമാണ്, ജൂണിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് ജൂനിയുടെ ഫുഡാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം പഠിച്ച്, പിന്നെ ഗൗരിയും വലിയച്ഛനും നാളെ വെളുപ്പിന് പോവാം. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി, അവരുടെ അടുത്തേക്ക് പോയി. പിന്നെ വലിയച്ഛനും മാമനും കൂടിയിട്ട് ഇവിടെ മത്സരിച്ചിരുന്ന് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ റാപ്പ് ചെയ്യണം, ഒരു ഇത് തീർക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തോന്നുന്നുണ്ട് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഭയങ്കര റാപ്പ് ചെയ്യലുണ്ട്. പിന്നെ ഇവർ റാപ്പ് ചെയ്യണമെന്ന് നോക്കി കുറേ നേരം ഞങ്ങൾ ഇരുന്ന് അവിടെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് നിന്നിരുന്ന് സംസാരിച്ച്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, പക്ഷേ കുറേ പേരൊന്നും ഫ്രെയിമിൽ എനിക്കിങ്ങനെ യൂഷ്വലി ഞാൻ പുറത്ത് പോകുമ്പോഴിങ്ങനെ ഫോണും കൊണ്ട് നടക്കാറില്ല, ക്യാമറ ഒന്നും ഓണാക്കി നടക്കാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാണ്. പിന്നെ പെട്ടെന്ന് യൂട്യൂബിലേക്ക് കടന്നപ്പോഴും എനിക്കങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ കുറച്ച് നാളായി കുറേ യൂഷ്വലി വരുന്നുണ്ടല്ലോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാറി വരുമായിരിക്കും. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ചമ്മലാണ്. അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പം എനിക്ക് ഇവരൊക്കെ പരിചയമുള്ളതിൻ്റെ പേരിൽ ഞാൻ ഇവരൊക്കെ എടുത്തത്, എൻ്റെ അച്ഛനും അമ്മയും ആൻറ്റി ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ അവരെയൊക്കെ എടുത്ത്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ എടുക്കാൻ എനിക്കൊരു ചമ്മലാണ്. എൻ്റെ പേരിൽ എല്ലാവരെയും ഫ്രെയിമിലൊന്നും കിട്ടില്ല. പിന്നെ അമ്മാമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അമ്മാമ്മ മറ്റേ വിഷുക്കട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിഷുക്കട്ട അമ്മാമ്മ വെട്ടി ഇടണം 1 2 3 4 എന്നും പറഞ്ഞിട്ട്. ഞാൻ ഇതൊക്കെ എങ്ങനെ തിന്ന് തീർക്കും എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ അമ്മമ്മ പറയും, മോള് തിന്നോ, ഒന്നും പറ്റൂല, വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ, മോള് തിന്നോ എന്നൊക്കെ പറയും. അപ്പം അമ്മമ്മ പ്രോത്സാഹിക്കുമ്പോഴേക്ക് വിഷമവും, എങ്ങനെ കഴിക്കാനാണ്, ഇതൊക്കെ കഴിച്ചാൽ എൻ്റെ വേറെ പൊട്ടിപ്പോവും. അങ്ങനെ അമ്മാമ്മ എനിക്ക് വിഷുക്കട്ടയും ചിക്കൻ കറി ബീഫ് കറിയും ഒക്കെ തന്നു. പക്ഷെ എനിക്കിതിനെക്കാട്ടൊക്കെ ഇഷ്ടം നമ്മുടെ വിഷുവിൻ്റെ എന്ന് വെച്ചാൽ ഒരു നോൺ വെജ് വയ്ക്കും. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നോൺ വെജ് വെക്കില്ല. ഞങ്ങളുടെ അവിടെ രാവിലെ വിഷുക്കട്ടയും മാങ്ങക്കറിയും ഉണ്ടാവും, ഉച്ചയ്ക്ക് നോർമലി സദ്യ ഉണ്ടാവും, അങ്ങനെ ആയിരിക്കുള്ളൂ. വിഷുക്കട്ടയും മാങ്ങക്കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നിട്ട് രാത്രിയൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ അപ്പൂപ്പൻ്റെ അവിടേക്ക് പോകും. അപ്പം അമ്മാമ്മ ആൻറ്റിയും കൂടിയിട്ട് അവിടെ വിഷുക്കട്ടയും ചിക്കൻ കറി അങ്ങനെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിഷുവൊക്കെ പോകുന്നുണ്ടാവുക. ഇനി വരുമ്പോൾ നമുക്ക് വ്ളോഗ് ഇടാമല്ലോ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയിട്ടുള്ള ലാസ്റ്റ് വ്ളോഗാണല്ലോ ഇത്. അതിൻ്റെ പേരിൽ ഞങ്ങൾ 3 പേരും വിചാരിച്ച് നമുക്കൊന്ന് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ദിവസം കഴിഞ്ഞു. അപ്പോൾ ശരി.